കേട്ടല്ലോ അരുൺകുമാർ, അതാണ് പിതാവിൻ്റെ വിഷമം. ഇത് പ്രതിപക്ഷം പറയുമ്പോൾ അത് രാഷ്ട്രീയമായി കരുതാം. പക്ഷേ മകനെ നഷ്ടപ്പെട്ട ഒരു പിതാവ് ദിവസങ്ങൾക്കകമാണ്, ഇന്ന് പരീക്ഷ എഴുതേണ്ട കുട്ടിയാണ്. അച്ഛൻ പറയുന്നത് ഈ നോമ്പ് കാലത്ത് പ്രാർത്ഥനയുടെ സമയമാണ്. ഈ സമയത്ത് ആ പിതാവ് പറയുന്ന വേദനയോട് കൂടിയാണ്. അദ്ദേഹത്തിന് നൽകാവുന്ന ഉറപ്പെന്താണ്? ഏറ്റവും ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും. അതോടൊപ്പം തന്നെ പ്രതികൾ ഇപ്പോൾ ഉൾപ്പെട്ടിരിക്കുന്ന 5 പേരെ അറസ്റ്റ് ചെയ്തു. അവർ മാത്രമാണോ പ്രതിപട്ടികയിൽ ഉള്ളത്? കൂടുതൽ ആളുകൾ ഇതിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടോ? ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഷബനാസിനെ പ്രത്യേകം കേന്ദ്രീകരിച്ചുള്ള ആക്രമണമായിരുന്നോ ഇത്? ഇത്തരത്തിലുള്ള പ്രവണത ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ. ഒരച്ഛനും ഇത്തരത്തിൽ മക്കളെ നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഒരമ്മയ്ക്കും മകനെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, സമാനമായിട്ടുള്ള സാഹചര്യം പോലെ തന്നെ ആവർത്തിക്കാതിരിക്കാൻ അതിശക്തമായിട്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കും. ഇപ്പോൾ നിയമവുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉള്ള വിദ്യാർത്ഥികൾ എന്ന രൂപത്തിൽ ആണെങ്കിൽ പോലും മാതൃകാപരമായി ഈ കേസിന്റെ വിചാരണ മുന്നോട്ട് കൊണ്ടുപോകും. കൃത്യമായി അന്വേഷണം നടത്തി സമയബന്ധിതമായി ഇതിന്റെ കുറ്റപത്രം സമർപ്പിക്കും, വിചാരണ പൂർത്തീകരിക്കും. ഇത്തരത്തിൽ എടുക്കാവുന്ന ഏറ്റവും മാക്സിമം വേഗതയിൽ തന്നെ അവർക്ക് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ശിക്ഷ ഉറപ്പുവരുത്താൻ ഉള്ള സാഹചര്യം ഗവൺമെന്റ് ഉറപ്പുവരുത്തും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ തെറ്റായ പ്രവണതകൾക്ക് നേതൃത്വം കൊടുക്കുന്ന കുട്ടികൾ അടുത്ത കാലത്ത് നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് തന്നെ മൂക്കിടിച്ചു പരത്തിയതും മറ്റു തരത്തിൽ ആക്രമിച്ചു, അധ്യാപകരെ ആക്രമിക്കുന്നു, രക്ഷിതാക്കളെ ആക്രമിക്കുന്ന ഇത്തരത്തിലുള്ള കുട്ടികളുടെ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇത്തരത്തിലുള്ള ആക്രമണ പരമ്പര ഇനിയും തുടരാതിരിക്കാൻ ഏതൊക്കെ മുൻകരുതലുകൾ എടുക്കാൻ കഴിയുമോ? എന്താണ് നമ്മുടെ ചെറുപ്പം, യുവത്വം ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്നത്? അത് അത്തരത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വത്തുര നടപടികൾ സ്വീകരിക്കും. അങ്ങനെ ഗവൺമെന്റിന് സ്വീകരിക്കാൻ കഴിയുന്നതിൽ മാക്സിമം, പൊതുസമൂഹത്തിന് സ്വീകരിക്കാൻ കഴിയുന്നതിന്റെ പരമാവധി ഇതിൽ ഇടപെടൽ നടക്കും. ഈ അച്ഛന്റെ ദുഃഖത്തോടൊപ്പം തന്നെ പങ്കുചേരുകയാണ്. ഒരച്ഛനും ഇത്തരത്തിലുള്ള അവസ്ഥ ഇനി ഉണ്ടാകരുത്. കാരണം അത്ര വേദനിക്കുന്ന ഹൃദയത്തോടെ തന്നെയാണ് അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരി ശിശുക്ഷേമ സമിതിയുടെ ഭാരവാഹിയായി കഴിഞ്ഞ 5-6 വർഷമായി പ്രവർത്തിക്കുന്ന ഒരാൾ എന്ന രൂപത്തിൽ ഇത്തരത്തിൽ നിരവധി സമാനമായിട്ടുള്ള പരാതികൾ അഡ്രസ്സ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഞങ്ങൾക്കും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായി ഈ പിതാവിന്റെ ദുഃഖത്തോടൊപ്പം അണിനിരക്കുകയാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.